ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. കൊടകര കുഴൽപ്പണക്കേസിന്റെ വിചാരണ കൊച്ചിയിലെ PMLA കോടതിയിലേക്ക് മാറ്റണമെന്ന് ഇഡിയുടെ കള്ളക്കളി കൂടുതൽ വ്യക്തമായെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. കുന്നംകുളം കീഴൂർ പൂരത്തിനിടെ കമ്മിറ്റികൾ തമ്മിൽ സംഘർഷം, പോലീസ് ലാത്തി വീശി. ആനകളെ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് ആദ്യം പ്രവേശിപ്പിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഹർജി ശനിയാഴ്ച പരിഗണിക്കും. രാഹുലിനെ കണ്ടെത്താനാകാതെ പോലീസ്. ഷൊർണൂർ തൃശൂർ റെയിൽപാതയിൽ ഗുഡ്സ് ട്രെയിനിന്റെ വീൽ സ്ലിപ്പായതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ 1 മണിക്കൂറോളം നിർത്തിയിട്ടു. അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കർത്തവ്യബോധമുള്ളവരായി പ്രവർത്തിക്കണമെന്ന് ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ. സേനയ്ക്ക് ഫയർ ഫൈറ്റിംഗിനുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഉടൻ ലഭ്യമാക്കുമെന്നും ഫയർഫോഴ്സ് മേധാവി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ടാക്സി ഡ്രൈവർമാരും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും തമ്മിൽ വീണ്ടും തർക്കം. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത യാത്രക്കാരെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് കയറ്റുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. വാർത്തകളിലേക്ക് വിശദമായി. കൊടകര കുഴൽപ്പണക്കേസ് ഇഡിയുടെ കോടതിയിലേക്ക് മാറ്റാൻ നീക്കം. ഇഡി പ്രോസിക്യൂട്ടറാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയത്. PMLA കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് അപേക്ഷ നൽകിയത്. അതേസമയം കേസ് ഇഡി കോടതിയിലേക്ക് മാറ്റരുതെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ NK ഉണ്ണികൃഷ്ണൻ വാദിച്ചു. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊണ്ടുവന്ന 3.5 കോടി തട്ടിയെടുത്തെന്നാണ് കേസ്. 22 പേരാണ് പ്രതികൾ. കവർച്ചാ കേസ് ഇഡിയുടെ പരിധിയിൽ വരില്ലെന്നാണ് വാദം. കൊടകര കുഴൽപ്പണക്കേസിൽ ഇഡി ആദ്യം മുതൽ സ്വീകരിച്ച കള്ളക്കളി കൂടുതൽ സ്ഥിരീകരിക്കുന്നതാണ് വിചാരണ കോടതി മാറ്റണമെന്ന ഇഡിയുടെ ആവശ്യമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. BJPക്ക് വേണ്ടി കേരളത്തിലെത്തിച്ച കുഴൽപ്പണം കവർ ചെയ്യപ്പെട്ടതാണ് സംഭവം പുറത്തറിയാനിടയാക്കിയത്. അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള കേസ് ഇഡി അന്വേഷിക്കണമെന്ന് കേരള പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ BJP ഓഫീസ് സെക്രട്ടറിയായിരുന്ന തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലുണ്ടായിട്ടും അദ്ദേഹത്തിൽ നിന്ന് ഇഡി മൊഴി എടുക്കാതെയാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നും CPM ജില്ലാ സെക്രട്ടറി പ്രസ്താവനയിൽ പറഞ്ഞു. കുന്നംകുളം കിഴൂർ പൂരത്തിനിടെ സംഘർഷം, 2 വിഭാഗം കമ്മിറ്റികൾ തമ്മിൽ ഏറ്റുമുട്ടി. ആനകളെ എഴുന്നള്ളിപ്പിൽ അണിനിരത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതോടെ സംഘർഷം കൂട്ടത്തല്ലിലേക്ക് വഴിമാറി. സംഘർഷത്തെ തുടർന്ന് സംഭവസ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ലാത്തി വീശി. ആനകളെ ക്ഷേത്രമതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതും ആര് ആദ്യം പ്രവേശിപ്പിക്കുന്നു എന്നതിനെ ചൊല്ലിയാണ് തർക്കമുടലെടുത്തത്. പിന്നീടാണ് സംഘർഷമുണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ S രാജീവ് മുഖാന്തരമാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹർജി കോടതി ശനിയാഴ്ച പരിഗണിക്കും. ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. അതേസമയം 9ാം നാളും രാഹുൽ ഒളിവിൽ തുടരുകയാണ്. രാഹുലിനെ പിടികൂടാത്ത പോലീസിനെതിരെ വ്യാപക പ്രതിഷേധമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒത്തുകളിയാണെന്നാണ് നേതാക്കളുടെ ആക്ഷേപം. എന്നാൽ രണ്ടാമത്തെ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ SP പൂങ്കുഴിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഷൊർണൂർ തൃശൂർ റെയിൽപാതയിൽ ഗുഡ്സ് ട്രെയിനിന്റെ വീൽ സ്ലിപ്പായതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ 8:15ഓടെയാണ് പാലക്കാട് ഭാഗത്തേക്ക് കൽക്കരിയുമായി പോവുകയായിരുന്ന ഗുഡ്സ് ട്രെയിൻ വീൽ സ്ലിപ്പായതിനെ തുടർന്ന് അകമലയിൽ വെച്ച് തകരാറിലായത്. അമിത ഭാരത്തെ തുടർന്നാണ് വീൽ സ്ലിപ്പിംഗ് സംഭവിച്ചതെന്നാണ് നിഗമനം. ട്രാക്കിൽ പിടുത്തം കിട്ടാതെ വീലുകൾ വേഗത്തിൽ കറങ്ങുന്നതാണ് വീൽ സ്ലിപ്പിംഗ്. ഇതേ തുടർന്ന് വന്ദേ ഭാരത് 1 മണിക്കൂർ വൈകിയാണ് സർവീസ് നടത്തിയത്. നിലമ്പൂർ പാസഞ്ചർ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ 1 മണിക്കൂറോളം നിർത്തിയിട്ടു. ഒല്ലൂർ ഭാഗത്തുനിന്നും മറ്റൊരു എഞ്ചിൻ എത്തിച്ചാണ് ഗുഡ്സ് ട്രെയിൻ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തൃശൂർ ഫയർ അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു.
നാഷണൽ ഫയർ സർവീസ് കോളേജിൽ നിന്നും അടിസ്ഥാന പരിശീലനം പൂർത്തീകരിച്ച 4 സ്റ്റേഷൻ ഓഫീസർ മത്സരാർത്ഥികളുടെയും 57 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരുടെയും 37 ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ ഉൾപ്പെടെ 98 പരിശീലനാർത്ഥികളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. വിയ്യൂർ ഫയർ അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ സല്യൂട്ട് സ്വീകരിച്ചു. കർത്തവ്യബോധമുള്ളവരെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പ്രവർത്തിക്കണമെന്ന് ഫയർഫോഴ്സ് മേധാവി പറഞ്ഞു. ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിനിടയിൽ ഉയരത്തിൽ കുടുങ്ങിയ കുടുംബത്തെ രക്ഷിക്കുന്നതിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പ്രകടിപ്പിച്ച മികവ് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെയധികം മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. പുതിയ സേനാംഗങ്ങൾ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ തങ്ങളുടെ കഴിവും ആത്മാർത്ഥ്യവും പ്രകടിപ്പിച്ച് അഗ്നിരക്ഷാ സേനയ്ക്ക് അഭിമാനകരമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഫയർ അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർമാരായ SL ദിലീപ്, റെന്നി ലൂക്കോസ്, AS ജോഗി, ഫയർ അക്കാദമി ടെക്നിക്കൽ ഡയറക്ടർ M നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. കടന്നു പോകുന്നത് 4 ഈ പ്ലാറ്റൂണിനെ ശ്രീ അക്ഷയ് സിംഗ് നയിക്കുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ടാക്സി ഡ്രൈവർമാരും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും തമ്മിൽ വീണ്ടും തർക്കം. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത യാത്രക്കാരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാഹനത്തിൽ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. പോലീസ് എത്തിയാണ് തർക്കം പരിഹരിച്ചത്. ആളുകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ തർക്കങ്ങൾ പതിവാണെന്നും ഇരു കൂട്ടരുമായി സംസാരിച്ച് ധാരണയിലെത്തിയതാണെന്നും പോലീസ് പറയുന്നു. ഓൺലൈൻ ടാക്സിക്കാർ പാഴ്സൽ ഓഫീസിന്റെ ഭാഗത്തു നിന്നും പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു നിന്നും മാത്രമേ ആളുകളെ കയറ്റാൻ പാടുള്ളൂ. എന്നാൽ യാത്രക്കാരുടെ ആവശ്യപ്രകാരം ഓൺലൈൻ ടാക്സിക്കാർ പ്രധാന കവാടത്തിലെത്തി ആളുകളെ കയറ്റുന്നതാണ് തർക്കങ്ങൾക്കിടയാക്കുന്നത്. വണ്ടി ഇടുന്നതിന് ഞങ്ങൾ പാസ് എടുക്കണം. പക്ഷേ അതെല്ലാവരും ഉണ്ട് അവിടെ. അതിന് മുന്നേ ഇവിടെ ഒരു വർഷം തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ കോർപ്പറേഷനിൽ 25% വോട്ടിലേക്ക് NDA ഉയരുമെന്ന് BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുമുന്നണി ശബരിമല വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലാണ്. UDF രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കുഴഞ്ഞു നിൽക്കുകയാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, BDJS ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ് എന്നിവരും സംബന്ധിച്ചു. അതിനെക്കുറിച്ച് ഇപ്പം മാങ്കൂട്ടത്തിന്റെ വിഷയം സംബന്ധിച്ചോളം എന്താണ് അതിനിപ്പോൾ കേസിൽ നടക്കുന്നുണ്ട്, കോടതി നടക്കുന്നുണ്ട്, പോലീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ അന്വേഷണം കഴിഞ്ഞ് വരട്ടെ. അതുപോലെ തന്നെയാണ് ശബരിമല വിഷയം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇടത് വലത് രാഷ്ട്രീയ പാർട്ടി ഇത്രയും വർഷങ്ങളിലൂടെ ഭരിച്ചു.
ഈ പറയുന്ന 10 വർഷം കൊണ്ട് മാത്രമല്ല, അതിന് മുമ്പായി ഒരു 10-30 വർഷക്കാലത്തെ എങ്കിലും ഒരു ഓഡിറ്റ് ആവശ്യമാണ്. ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന തിരുവാഭരണം പോലും ഒറിജിനലാണോ ഇല്ലയോ നമുക്കറിയാൻ വയ്യ. അവിടെ ഇപ്പം സ്വർണ്ണപ്പാളി നേരെ അയ്യപ്പന് മുമ്പിൽ സ്വർണ്ണപ്പാളി വരെ അടിച്ചിട്ട് പോയി. അപ്പൊ അതിന്റെ എവിടൊക്കെ എന്തൊക്കെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റാത്ത ഒരവസ്ഥ. അതുകൊണ്ട് ഫുള്ളായിട്ടൊരു 10-25-30 വർഷക്കാലത്തെ ഓഡിറ്റ് ഉണ്ടായാൽ മാത്രമേ യഥാർത്ഥമായിട്ട് പിക്ചർ കിട്ടുകയുള്ളൂ. അത് അന്വേഷണം നടക്കട്ടെ, കാര്യങ്ങൾ ചെയ്യട്ടെ. നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന NDA മുമ്പോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ 10-12 വർഷക്കാലത്തെ ഈ NDA ഗവൺമെന്റ് വന്ന ശേഷം ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് ഈ രാജ്യത്തുണ്ടായിട്ട് നമുക്കറിയാം. ഇന്ന് നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്ന് കേരളത്തിലൊഴികെ മറ്റുള്ള കേരളത്തിൽ പല പല കാരണങ്ങളാൽ നമുക്ക് ഈ പറയുന്ന അതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ആകെ വന്നിട്ടുള്ള ഇവിടെ സ്ഥാപനങ്ങൾ വരാൻ പലരും തയ്യാറല്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ED കണ്ടുകെട്ടിയ 100 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് തിരികെ നൽകണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇരിങ്ങാലക്കുട നഗരസഭയിലെ BJP സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മാപ്രാണത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ NDA പ്രകടന പത്രിക സുരേഷ് ഗോപി പ്രകാശനം ചെയ്തു. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഹോൺ അടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ 3 പേർക്ക് കുത്തേറ്റ സംഭവത്തിൽ പ്രതി പിടിയിലായി. കേച്ചേരി സ്വദേശി കൃഷ്ണകിഷോറിനെയാണ് പേരാമംഗലം പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം. മുണ്ടൂർ സ്വദേശികളായ അച്ഛനും മകനും സുഹൃത്തിനുമാണ് കുത്തേറ്റത്. മുണ്ടൂരിലെ പച്ചക്കറിക്കടയിലെ ജീവനക്കാരനാണ് പ്രതി. 2 ബൈക്കുകളിലായി പോവുകയായിരുന്ന സംഘത്തിലൊരാൾ ഹോൺ അടിച്ചതിൽ അക്രമി പ്രകോപിതനാവുകയായിരുന്നു. തുടർന്ന് ബൈക്ക് തടഞ്ഞു നിർത്തിയുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ചെമ്പൂത്രയിൽ യുവാവിനെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കനാൽപ്പുറം സ്വദേശി വട്ടപ്പറമ്പിൽ പുത്തൻപുര വീട്ടിൽ 44 വയസ്സുള്ള രതീഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. പീച്ചി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കരുവന്നൂർ പുഴയിൽ ചാടിയ ആളുടെ മൃതദേഹം കണ്ടെത്തി. കരുവന്നൂർ ചെറിയപാലം ഗ്രീൻ ഗാർഡൻ സ്വദേശി കടുങ്ങാട്ടുപറമ്പിൽ അബ്ദുൾ സത്താറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ആറാട്ടുകടവിൽ കാണാതായത്. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ തൃശൂരിൽ നിന്നും സ്കൂബ ടീം എത്തി നടത്തിയ തെരച്ചിലാണ് കടവിന് സമീപത്തു നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. കോടാലി അന്നാംപാടത്ത് യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി മണപ്പുറത്ത് വീട്ടിൽ 38 വയസ്സുള്ള സുജിത്താണ് മരിച്ചത്. സുഹൃത്തിന്റെ വീട്ടിലേക്ക് വന്ന ഇയാൾ കഴിഞ്ഞ രാത്രി വീട്ടുമുറ്റത്തെ ആൾമറയില്ലാത്ത കിണറ്റിൽ വീഴുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് വീടിന് സമീപത്തുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിക്കുളങ്ങര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാ സേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ദേശപ്പോര്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ തിളയ്ക്കുകയാണ് അരണാട്ടുകര. 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണിവിടെ. 3 പെൺപുലികൾ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന മത്സരഗോതയിലാണ് ഇന്ന് നമ്മളുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളുള്ളത് 48ാം ഡിവിഷൻ അർണാട്ടുകരയിലാണ്. ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. അർണാട്ടുകരയിൽ വികസന തുടർച്ച മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇവിടെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിന്ധു സുരേഷാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ നന്നായി പോണു. ഇപ്പോൾ 2ാം ഘട്ടമായി, 2ാം ഘട്ടം കഴിയാറായി. ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എത്രത്തോളം ഉണ്ട്? നല്ല പ്രതികരണമാണ്. ഇവിടെ നടത്തി വന്ന വികസന പ്രവർത്തനങ്ങളുടെ മുന്നോടിയായിട്ട് ഇപ്പോൾ അവർ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് LDF തന്നെ ഭരിക്കുന്ന ഒരു ഡിവിഷനാണ് അർണാട്ടുകര. അപ്പോൾ ഇനിയും നിങ്ങളുടെ വികസനം തന്നെ തുടരാനാണോ ആഗ്രഹിക്കുന്നത്? അത് തന്നെ തുടരാനാണ് ആഗ്രഹം. കാരണം എനിക്ക് എൻ്റെ കൺമുന്നിൽ കാണുന്നതാണ് ഈ ടർഫ്, പിന്നെ ടാഗോർ ഹാള്. അതൊക്കെ പുതിയതായിട്ട് പണി കഴിപ്പിച്ചു. 2 ഹാള്, AC ഹാള്. അതൊക്കെ നമുക്ക് വളരെ തുച്ഛമായ വാടകയിൽ നമുക്ക് കിട്ടുന്ന ഹാളുകളാണ്. അതൊക്കെ നല്ല ഗംഭീരമായി പണി കഴിപ്പിച്ച് പൂർത്തീകരിച്ചിട്ടില്ല. അങ്ങനെ ആ വികസനം എന്നിലൂടെ തുടർന്ന് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലോട്ട് വരുന്നത്? ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്? ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിലോട്ട് ഇപ്പം ഇറങ്ങി. ഞാൻ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ ഇതിൽ തന്നെ തുടരാനാണ് എൻ്റെ ആഗ്രഹം. അർണാട്ടുകരയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിബിത വാസുവാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണോ? അതെ, ആദ്യമായിട്ടാണ്. അതുപോലെ പ്രചരണം എവിടം വരെയായി? പ്രചരണം 3ാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. പിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അരണാട്ടുകര വില്ലേജിൽ താമസിക്കുന്ന ഒരാളാണ്. അരണാട്ടുകര ദേശവുമായി വളരെയധികം ബന്ധമുള്ളതും അരണാട്ടുകര സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിനോടൊപ്പം തന്നെ ഈ അരണാട്ടുകരക്കാരെ എന്നെ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഡോർ ടു ഡോർ ഓരോ ആളുകളിലേക്ക് എത്തുമ്പോഴും അവർ നമ്മളെ വളരെയധികം സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്നതൊക്കെ ഞാൻ വളരെ അത്ഭുതകരമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. എന്തൊക്കെയാണ് ഇവിടേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വികസന പദ്ധതികൾ?
ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം ഇവിടെ നടന്നിട്ടുള്ള വികസനം എന്താണെന്നുള്ളത് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഓരോ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും തന്നെ നടന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കരികിലേക്ക് വരണം, ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരോടൊപ്പം അവരിൽ ഒരാളായിട്ട് തന്നെ നിൽക്കാൻ തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മളിപ്പം 2-3 വർഷമായിട്ട് നമ്മുടെ ഡിവിഷനിൽ നടക്കുന്ന പല അഴിമതികളും, ഞാൻ താമസിക്കുന്ന ഡിവിഷനിൽ നടക്കുന്ന പല അഴിമതികളും നമ്മൾ കണ്ടെത്തി അതിനെതിരെ ഫൈറ്റ് ചെയ്ത് 3 വർഷം ഫൈറ്റ് ചെയ്ത് അത് വിജയിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ, ജനങ്ങളിലൂടെ ഇടപെടാൻ ഒരു അറച്ചു നിൽക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. വിജയം നമുക്ക് ഉറപ്പിക്കാം. വിജയം നമുക്ക് ഉറപ്പിക്കാം എന്ന് തന്നെയാണ് എല്ലാവരോടും ചോദിക്കാം. അത് വിജയം നമുക്ക് ഉറപ്പിക്കല്ലേ? യെസ്. അർണാട്ടുകരയുടെ വികസനത്തിനായി ഇവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിജി KG ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെ പ്രചരണ രംഗമൊക്കെ എങ്ങനെ പോകുന്നു? നമസ്കാരം. നല്ല രീതിയിൽ തന്നെ പ്രചരണം പോകുന്നുണ്ട്. ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് പ്രചരണത്തിലൂടെ തന്നെ ഞങ്ങൾ നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. വളരെയധികം നല്ലൊരു റെസ്പോൺസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വളരെയധികം ജനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മതൃപ്തിയോട് കൂടിയിട്ടാണ് ഞാൻ 2ാം ഊഴത്തിന് വേണ്ടിയിട്ട് അർണാട്ടുകരയിലേക്ക് നിൽക്കുന്നത്. ഇപ്പോൾ യുവതലമുറയ്ക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെയാണ് അത്തരത്തിലുള്ള ഒരു വികസന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയായിരിക്കാം? സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ നമ്മൾ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ആ പദ്ധതികളെക്കുറിച്ച് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ പ്രയത്നിക്കുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വിജയം നമുക്ക് എത്രത്തോളം ഉറപ്പിക്കാം? വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചൂട് പിടിച്ചിരിക്കുകയാണ് അർണാട്ടുകര. ഇവിടെ 3 മുന്നണികളും ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിലാണ്. ഇനി 48ാം ഡിവിഷൻ അടുത്തത് ആർക്ക് എന്ന് കണ്ടറിയാം. അർണാട്ടുകരയിൽ നിന്നും ക്യാമറാമാൻ കൃഷ്ണകുമാർ K മലയിലിനോടൊപ്പം പ്രിയങ്ക TCV ന്യൂസ്. സമകാലിക രാഷ്ട്രീയത്തെ പരാമർശിക്കുന്ന നന്ദകിഷോറിന്റെ തുള്ളൽ കവിതകൾ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചാ വിഷയമാണ്. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം. കുഞ്ചൻ നമ്പ്യാരുടെ ഈ തുള്ളൽ പ്രയോഗം കേൾക്കാത്ത മലയാളികളില്ല. അക്കാലത്തെ സമൂഹത്തിലെ തെറ്റുകളെ കണക്കിന് പ്രഹരിച്ച ആ കുഞ്ചൻ നമ്പ്യാരുടെ തുടർച്ച ഇപ്പോഴും നമുക്കിടയിലുണ്ട്. സാഹിത്യകാരനും ചലച്ചിത്രകാരനുമായ നന്ദകിഷോർ, അദ്ദേഹത്തിൻ്റെ വരികൾ ഇപ്പോൾ അടുത്തെഴുതിയ വരികൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായി പോകുന്നുണ്ട്. ആദ്യം പ്രേക്ഷകരൊന്ന് കേൾക്കട്ടെ. കാമിനി മൂലം കലഹം പൊങ്ങി, കനകം മൂലം കലഹം മുങ്ങി, കനകക്കുന്നില കൊട്ടാരമത് ചെമ്പും കുന്നില പാലസാകാം. ഫാലസ് അതിനുടെ അസ്വസ്ഥതയത് പാലസുകളിൽ പണ്ടേയുണ്ട്. മസാല ബോണ്ട മസാല ചായ ദോശ ബഹു മസാല ദോശ. ഈടിപ്പടം ഒരു മസാല പടമാ, കിസ്സിങ്ങില്ല കിഫ്ബിയതുണ്ട്. പൊന്നുണ്ടൊരു ദിശി ചെമ്പുണ്ടൊരു ദിശി, പീഡനമൊരു ദിശി താടനമൊരു ദിശി. ചൂതകലാപം തന്നില രാഹു, ഈശ്വരനാകിയ മറ്റേ രാഹു. ഹാ ഹാ ഹൂ 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 കയേഴ്സിവ കൊയേഴ്സു ചെയ്തത് അബോർഷനാക്കി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇതിൽ പലരെയും കൊള്ളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സമൂഹത്തിൽ പ്രതികരണം? പൊതുവിൽ അവരുടെ ഭാഗത്തുള്ള പ്രതികരണം? ആളുകളുടെ ഭാഗത്തു നിന്ന് നല്ല പ്രതികരണമാണ്. എന്നെ ഇതിൽ ആരും ആക്ഷേപിച്ച് പറഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ ഉദ്ദേശം വെറും തമാശ മാത്രമാണ്. എന്നോട് മണലൂർ ഗോപിനാഥ് പറഞ്ഞ ഓട്ടം തുള്ളക്കാരൻ എനിക്ക് അതൊരു കോംപ്ലിമെൻറ്റ്, ഇങ്ങനെ തുള്ളക്കാർക്ക് പോലും ഇങ്ങനെ എഴുതി പറയാൻ പറ്റില്ല എന്നാണ്. എന്തായാലും ഇങ്ങനെ തെറ്റുകൾ വരികളിലൂടെ ചൂണ്ടിക്കാണിക്കട്ടെ. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. തദ്ദേശ പോര് മുറുകുമ്പോൾ തൃശൂരിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കാനുള്ള പ്രവർത്തനത്തിലാണ് ആം ആദ്മി പാർട്ടി.
മാറ്റത്തിനായുള്ള പാർട്ടി സ്ഥാനാർത്ഥികളുടെ വോട്ടഭ്യർത്ഥനയും വ്യത്യസ്തമാണ്. മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ തങ്ങളുടെ വോട്ട് ഉറപ്പിക്കാനായി പലവിധ പ്രചരണ പരിപാടികളാണ് നൽകുന്നത്. പാരമ്പര്യമായി നൽകുന്ന അഭ്യർത്ഥനകൾക്ക് പുറമെ ഇപ്പോൾ സ്വന്തം ചിഹ്നം തലയിലേറ്റി വരെ സ്ഥാനാർത്ഥികൾ നടക്കുന്നൊരു കാലമാണ്. അങ്ങനെ വ്യത്യസ്തമാവുകയാണ് തൃശ്ശൂർ കോർപ്പറേഷന്റെ വിയ്യൂർ ഡിവിഷനിൽ നിന്നുള്ള സന്ധ്യ രാജു. വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്ന വീടുകളിൽ ആളില്ലെങ്കിൽ CCTVയിൽ നോക്കിക്കൊണ്ട് തന്നെ വോട്ട് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് നമ്മുടെ ചിഹ്നം, ചൂലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് സാറും ഫാമിലിയൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്തരമായ വ്യത്യസ്തമായ കാര്യങ്ങളിലേക്ക് പോകാൻ എന്താ പ്രചോദനമായത്? നമ്മൾ ഡിവിഷനിൽ ഒരൊറ്റ വീടും വിടരുതെന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ്. ചില വീടുകളിൽ ആളുകൾ ഉണ്ടാവില്ല, അപ്പോൾ തീർച്ചയായിട്ടും ഇവർ എന്തെങ്കിലും ഇത് നിരീക്ഷിക്കുമല്ലോ അവരുടെ CCTV. നമ്മൾ വന്നു നമ്മൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് CCTVയിലൂടെ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് വോട്ട്. CCTV കണ്ടിട്ട് അവർ ഉടമസ്ഥൻ എന്തെങ്കിലും പറയുമല്ലോ ഉണ്ടായോ? ഇതുവരെ ഒന്നും വന്നിട്ടില്ല. എന്തെങ്കിലും അവരത് കണ്ടു കാണുമെന്ന് 100% ഉറപ്പാണ്. ന്യൂജൻ കാലത്ത് സോഷ്യൽ മീഡിയ ആണ് തരംഗം, കാരണം ആൾക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്നുള്ളത്. അപ്പം അത്തരത്തിലുള്ള മേഖലകളിൽ കൂടി കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. റീൽസൊക്കെ നമ്മൾ പോകുന്ന പ്രചാരണത്തിന് വേണ്ടി പോകുന്ന വീടുകളിൽ നമ്മൾ എടുക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ റീൽസായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണുന്ന ആളുകളിൽ നിന്നായാലും എല്ലാം നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പ്രചരണം എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. നമുക്ക് ഫസ്റ്റ് റൗണ്ട് നമ്മുടെ കംപ്ലീറ്റ് ആയി. നല്ല പോസിറ്റീവായിട്ടുള്ള വൈബ് തന്നെയാണ്. കലാജീവിതമുണ്ട്, ഒപ്പം തന്നെ കുടുംബശ്രീ പോലെയുള്ള മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുണ്ട്, മറ്റ് സംസ്ഥാനത്ത് പോയി പ്രവർത്തിച്ച പരിചയമുണ്ട്. അപ്പോൾ രാഷ്ട്രീയ രംഗത്തേക്ക് ചുവട് വെക്കുമ്പോൾ എങ്ങനെയാണ് സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ കിട്ടുന്ന പിന്തുണ എത്രത്തോളം? കുടുംബശ്രീയുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു 4ാം ഡിവിഷൻ്റെ. ഒരു 7 വർഷത്തോളം ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് അതൊരു വിയ്യൂരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞാനൊരു പുതിയ ആളല്ല. എന്തായാലും അവർക്ക് എന്നെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ അവർക്ക് എന്നെ എൻ്റെ മുൻകാല പ്രവർത്തനങ്ങളൊക്കെ അറിയാവുന്ന വ്യക്തി തന്നെയാണ്. പിന്നെ കലാപരമായിട്ട് അതിപ്പോഴും ഉണ്ട്. അതൊക്കെയാണല്ലോ റീലിലൂടെ പോകുന്നത്. ഇപ്പോൾ ഈ ആം ആദ്മി പോലെയുള്ള ഒരു പാർട്ടി, കാരണം രാജ്യ തലസ്ഥാനത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒരു പാർട്ടിക്കൊപ്പം ഇത്തവണ മത്സര രംഗത്ത് വരാനുള്ളൊരു കാരണം എന്താ? ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് വേണമെന്ന് തോന്നി. എന്തെങ്കിലും ഒരു മാറ്റം ആവശ്യമാണല്ലോ. മാറേണ്ടത് നമ്മളാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാറ്റം ആവശ്യമാണെന്ന് തോന്നി. രാമവർമ്മപുരം സ്ഥാനാർത്ഥി കൂടി ഒപ്പമുണ്ട്. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? പ്രചരണം വളരെ പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാനവിടെ പഠിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. എല്ലാം ചെറുപ്പം മുതൽ അവിടെ എല്ലാവർക്കും അറിയാം. നല്ലൊരു സാധ്യതയുണ്ട് അവിടെ ഞങ്ങളെ സംബന്ധിച്ച്. കോർപ്പറേഷനെ സംബന്ധിച്ച് സ്വതന്ത്രൻ ഒരു തൂക്കുസഭയെ കൊണ്ട് നടന്ന കാലമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയത്. അപ്പോൾ ആം ആദ്മിയെ സംബന്ധിച്ച് ഒരു നിർണായക ഘടകമായി മാറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അല്ല, ഞാൻ അത്തരം വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ അത്തരം ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. അത് രാഷ്ട്രീയം പോസിബിലിറ്റിയുടെ കൂടെയാണ് അല്ലേ. കേരളത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ചരിത്രത്തിൽ അതിൻ്റെ ഗതിവേഗം നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. കേരളത്തിലുടനീളം ജില്ലകളിൽ പ്രാതിനിധ്യം കുറിക്കാൻ കഴിയും തന്നെയാണ് ശുഭാപ്തി വിശ്വാസം. കോർപ്പറേഷനിൽ കൊച്ചിയിലും കോഴിക്കോടും വിജയസാധ്യതയുണ്ട്. ആത്യന്തികമായി കേരളത്തിൽ ഒരു സമയത്ത് ആം ആദ്മി പാർട്ടി ഭരിക്കും. മാറ്റത്തിന് തുടക്കം കുറിച്ച പാർട്ടി മാറ്റത്തിനു വേണ്ടി ഇപ്പോൾ നാട്ടിൽ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. മാറ്റം സാധ്യമാകുമോ എന്ന് റിസൾട്ട് വരുമ്പോൾ കണ്ടു തന്നെ അറിയാം. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയാളിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ചാലക്കുടിയിലെ പ്രചരണത്തിൽ മണിനാഥമുണ്ട്. ചാലക്കുടി നഗരസഭയിലെ വെട്ടുകടവ് വാർഡിൽ മത്സരിക്കുന്ന CS സുരേഷിന്റെ കലാഭവൻ മണിയുടെ ചിത്രവും സ്മരണകളിൽ അഭ്യർത്ഥനയുമായുള്ള പ്രചരണം കൗതുകമായി. മണിയോടൊപ്പമുള്ള സ്ഥാനാർത്ഥിയുടെ ചിത്രവും അഭ്യർത്ഥനയും അടങ്ങിയ ഫ്ലെക്സ് ബോർഡുകൾ പലയിടത്തും ഉയർന്നു കഴിഞ്ഞു. ചുമ്മാതെ വെച്ച ബോർഡുകളല്ല ഇവയൊന്നും. ഇതിന് പിന്നിൽ സ്നേഹത്തിന്റെയും ആത്മബന്ധത്തിന്റെയും കഥയുണ്ടെന്നും സുരേഷ് പറയുന്നു. രാഷ്ട്രീയത്തെയും തെരഞ്ഞെടുപ്പുകളെയും നെഞ്ചിലേറ്റിയിരുന്ന കലാഭവൻ മണി 2010 നഗരസഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കിയ 2 സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു വിനു എന്ന സുരേഷ്. സെന്റ് മേരീസ് ചർച്ച് വാർഡിലായിരുന്നു മത്സരം. തൊട്ടടുത്ത ചേനത്തുനാട് വാർഡിൽ ആൻഡ്രു വടക്കനായിരുന്നു രണ്ടാമൻ. ഇരുവരുടെയും ചിഹ്നമാകട്ടെ മണിയും. ഇവർ തന്നെയാണ് മണിയോടുള്ള നന്ദി സൂചകമായി ബാലറ്റിലും മണിയടയാളം തിരഞ്ഞെടുത്തത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മണിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. ഇരുവരും കൗൺസിലർമാരായി. നേരിട്ട് വീടുകളിൽ ചെന്നാണ് അന്ന് മണി തന്റെ ചങ്ങാതിമാർക്ക് വേണ്ടി വോട്ട് ചോദിച്ചത്. പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഇരുവരും മത്സരിച്ചില്ല. 2020 സുരേഷ് അതേ വാർഡിൽ കുടച്ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചു. ഇതേ അടയാളത്തിലാണ് വെട്ടുകടവ് വാർഡിൽ നിന്നുള്ള ഇത്തവണത്തെ മത്സരം. 3ാം വട്ടവും തന്റെ പ്രിയ സുഹൃത്ത് മത്സരിക്കുമ്പോൾ കലാഭവൻ മണിയാകട്ടെ തെരഞ്ഞെടുപ്പും പ്രചരണവുമില്ലാത്ത ലോകത്തും. LDF സ്ഥാനാർത്ഥിയാണ് സുരേഷ്. TCV, ചാലക്കുടി. പാരഡി ഗാനങ്ങളും തെരഞ്ഞെടുപ്പ് അഭ്യർത്ഥനകളുമായി തെരഞ്ഞെടുപ്പ് രംഗം സജീവമാണ്. ഈ രംഗത്ത് ശ്രദ്ധേയരായി അഭി വർഗീസും ജോബി ജോണും. ജീവിക്കാനായി കഷ്ടപ്പെട്ട് നെട്ടോട്ടമോടും ജനമേ UDF ജയിച്ചെന്നാൽ നിങ്ങൾക്ക് രക്ഷ. ഭരണം പടിവാതിൽ മുന്നിൽ വന്ന് നിൽക്കൂ. സാരഥിക്ക് ഇടേണം വിലയുള്ള നല്ലൊരു വോട്ട്. അന്നും UDF എന്നും UDF ഇനി
ജനൗഷധി ചിഹ്നത്തിൽ വോട്ടുകൾ ചെയ്യണം. ഇനി UDF അധികാരം നേടണം. തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്ക് ആവശ്യമായ അഭ്യർത്ഥനകളും പാരഡി ഗാനങ്ങളും റെക്കോർഡ് ചെയ്ത് ശ്രദ്ധേയരാകുകയാണ് മിമിക്രി കലാകാരനും ഗായകനുമായ അഭി വർഗീസും മാധ്യമപ്രവർത്തകനും അവതാരകനുമായ ജോബി ജോണും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാരഡി ഗാനങ്ങളും അനൗൺസ്മെന്റുകളും അവതരിപ്പിച്ച് ഇരുവരും സമൂഹമാധ്യമങ്ങളിലും പൊതുപരിപാടികളിലും സ്വീകാര്യത നേടിക്കഴിഞ്ഞു. സാമൂഹിക വിഷയങ്ങളും രാഷ്ട്രീയ സംഭവ വികാസങ്ങളും നർമ്മരസത്തോടെ അവതരിപ്പിക്കുന്ന അബി വർഗീസിന്റെ ഗാനങ്ങൾ ജനപ്രിയമായി മാറിയിട്ടുണ്ട്. വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നതിൽ സംഗീതത്തിനുള്ള സ്വാധീനം ലക്ഷ്യമിട്ടാണ് ഈ സൃഷ്ടികൾ തയ്യാറാക്കുന്നതെന്ന് അബി വർഗീസ് പറയുന്നു. നമ്മുടെ സ്ഥാനാർത്ഥി മനസ്സറിയുന്നവളാ, UDF സ്ഥാനാർത്ഥി മനസ്സലിവുള്ളവളാ, നമ്മുടെ മനസ്സു കവർന്നവളാ, പൊതുജന സേവകയാ, പൊതുജന സമ്മതയാ. മാധ്യമപ്രവർത്തകനായ ജോബി ജോൺ അവതരിപ്പിക്കുന്ന വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പ് അനൗൺസ്മെന്റുകൾ പ്രചാരണത്തിന് പുതിയ ഊർജം നൽകുന്നു. വ്യക്തതയും ആകർഷകവുമായ അവതരണ ശൈലിയാണ് ജോബിയെ ഈ രംഗത്ത് വേറിട്ട് നിർത്തുന്നത്. പൊതുയോഗങ്ങൾ, വാഹനപ്രചാരണം, സ്റ്റേജ് ഷോകൾ എന്നിവയിൽ ജോബിയുടെ ശബ്ദം ശ്രദ്ധേയമായി കഴിഞ്ഞു. ബഹുമാന്യരായ സമ്മതിദായകരെ, 2025 ഡിസംബർ 11 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. വോട്ടെടുപ്പ് തീയതി അടുത്തു വരുന്നതോടൊപ്പം ഇവരുടെയും തിരക്ക് വർദ്ധിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ആവേശഭരിതമാക്കുന്നതോടൊപ്പം സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ് ഇതിലൂടെ നിറവേറ്റുന്നതെന്നാണ് ഇരുവരുടെയും പക്ഷം. തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം തുടങ്ങുന്നതിന് മുന്നേ തന്നെ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ആവേശം തുടങ്ങിയിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ അനൗൺസ്മെന്റും പാരഡി ഗാനങ്ങളും ഞങ്ങളൊരു മാസം മുന്നേ തന്നെ ആരംഭിച്ചു. അതിന്റെ ഏറ്റവും അവസാനവട്ട തിരക്കിലാണ്. പാരഡി ഗാനങ്ങൾ അബിയാണ് എഴുതുന്നതും പാടുന്നതും എല്ലാം. അനൗൺസ്മെന്റ് ഞാനും അടക്കം ചെയ്യുന്നു. എന്തായാലും ജില്ലയിലെ ഭാഗത്തുനിന്ന് മാത്രമല്ല, സംസ്ഥാനത്തെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മിക്ക ജില്ലകളിൽ നിന്നും അനൗൺസ്മെന്റുകളെല്ലാം ഈ കുറി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങൾ ഒരുമിച്ചാണ് ചേർത്ത് പിടിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് ആവേശം എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നു, അത് പാട്ടുകളായിട്ടും അനൗൺസ്മെന്റുകളായിട്ടും എല്ലാം ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നതിൽ ഏറെ സന്തോഷമാണ്. TCV തൃശൂർ. നഗരസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ LDF സംഘടിപ്പിച്ച റാലി ശക്തി പ്രകടനമായി മാറി. പോലീസ് മൈതാനിൽ നടന്ന പൊതുസമ്മേളനം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CC വിപിൻ ചന്ദ്രൻ, NCP സംസ്ഥാന സെക്രട്ടറി വേണു വെണ്ണറ, അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ, PB ഖൈസ്, KS കൈസാബ്, ഷീല രാജ്കമൽ, TP പ്രവേഷ്, റഹീം പള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു ചില സംസ്ഥാനങ്ങളെ പോലെ ജമീന്ദാരുടെ ഭരണം കൊണ്ടും കയ്യിലെ കാശുകൊണ്ടും. ചാവക്കാട് നഗരസഭ LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. മണത്തലിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് ചാവക്കാട് മുനിസിപ്പൽ ചത്തുരത്തിൽ നടന്ന പൊതുസമ്മേളനം MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഫിറോസ് P. തൈപ്പറമ്പിൽ അധ്യക്ഷനായി. NK അക്ബർ MLA, ഗീതാ ഗോപി, ഷീജ പ്രശാന്ത്, RT ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. വികസന കേരള സ്റ്റേറ്റ് വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ തൃശൂരിൽ സംഘടിപ്പിച്ച സൗത്ത് സോൺ വനിതാ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനത്തിൽ ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ സെക്രട്ടറി ആനന്ദ ഗൌഡ മുഖ്യാതിഥിയായിരുന്നു. വർഗീസ് ആലുക്ക അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് C. സുമേഷ്, അഖിൽ അനുരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിജയികൾക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. യൂത്ത് വിഭാഗത്തിൽ കർണാടകവും ജൂനിയർ വിഭാഗത്തിൽ കേരളവും ഒന്നാം സ്ഥാനത്തെത്തി. സീനിയർ വിഭാഗത്തിൽ കർണാടക ചാമ്പ്യന്മാരായപ്പോൾ കേരളത്തിനാണ് രണ്ടാം സ്ഥാനം. കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന തിരുവില്ലാമല സ്വദേശിയായ 51-കാരൻ സഹായം തേടുന്നു. പൂതനക്കര സ്വദേശി ജയപ്രകാശാണ് കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. 2 ലക്ഷം രൂപ ചിലവ് വരുന്ന ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ജയപ്രകാശിന് ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബമാണുള്ളത്.
അസുഖത്തെ തുടർന്ന് വരുമാനം നിലച്ചതോടെ കുട്ടികളുടെ പഠനവും മുടങ്ങിയ അവസ്ഥയാണ്. നാട്ടുകാരുടെ സഹായത്താലാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത്. തുടർ ചികിത്സകൾക്ക് ഉദാരമതികളുടെ സഹായം തേടുകയാണ് കുടുംബം. സഹായങ്ങൾ അയക്കേണ്ട വിലാസം എസ് ജയപ്രകാശ്, അക്കൗണ്ട് നമ്പർ 40706101083091, കേരള ഗ്രാമീൺ ബാങ്ക്, തിരുവില്ലാമല ബ്രാഞ്ച്. TCV ന്യൂസ്, തിരുവില്ലാമല. തൃശൂർ സഹൃദയവേദിയുടെ ജോർജ് ഇമ്മട്ടി ബാലസാഹിത്യ അവാർഡ് റാഫി നീലങ്കാവിലിന് സമ്മാനിച്ചു. ദേശം ചൊല്ലിത്തന്ന കഥകൾ എന്ന കൃതിക്കാണ് പുരസ്കാരം. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ, പ്രൊഫസർ KV രാമകൃഷ്ണൻ എന്നിവർ ചേർന്ന് പുരസ്കാരം സമ്മാനിച്ചു. ഒളപ്പമണ്ണ ബാലസാഹിത്യ അവാർഡ്, ബഷീർ പുരസ്കാരം എന്നിവ നേടിയിട്ടുള്ള റാഫി നീലങ്കാവിൽ പാവർട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിലെ അധ്യാപകനാണ്. വല്ലച്ചിറ പാറക്കുളത്ത് 3 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. നെരുവശ്ശേരി സ്വദേശികളായ മൂർക്കത്ത് വീട്ടിൽ കൃഷ്ണൻ, കിഴക്കുട വീട്ടിൽ അയ്യപ്പദാസ്, കല്ലട വീട്ടിൽ സത്യൻ എന്നിവർക്കാണ് തെരുവ് നായയുടെ കടിയേറ്റത്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലിയന്നൂരിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ കർഷകനുൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. കിഴൂർ മുട്ടിക്കൽ ഫ്രാൻസിസിന്റെ മകൻ സേവ്യർ, വെള്ളാറ്റഞ്ഞൂർ സ്വദേശി പൊറത്തൂർ ചാക്കു ജെയിംസ് എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. സ്കൂളിന് സമീപത്തുള്ള പാടശേഖരത്തിൽ പുല്ലരിയാൻ പോയതായിരുന്നു സേവ്യർ. തേനീച്ചക്കൂട് കാണാത്തതിനാൽ അരിവാൾ കൊണ്ടതാകുമെന്ന് കരുതുന്നു. സമീപത്തെ പുഴയിൽ ചാടിയാണ് തേനീച്ച ആക്രമണത്തിൽ നിന്ന് സേവ്യർ രക്ഷപ്പെട്ടത്. ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇനി വാണിജ്യം. കാൽ നൂറ്റാണ്ടിലേറെയായി സ്വർണ്ണ വ്യാപാര രംഗത്ത് നിറസാന്നിധ്യമായ തൃശൂർ പള്ളിക്കുളം റോഡിലെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റീറ്റെയിൽ യൂണിറ്റിന്റെ 7ാം വാർഷികാഘോഷവും ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി ബ്രാൻഡായ വിയ ഷോറൂമിന്റെ ഉദ്ഘാടനവും വിപുലമായ പരിപാടികളോടെ നടന്നു. ലിയോസ് മാനേജിംഗ് ഡയറക്ടർ VJ ലിയോയും കുടുംബാംഗങ്ങളും ചേർന്ന് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. മാതാപിതാക്കളായ ജോണി വല്ലച്ചിറക്കാരൻ, ഓമന ജോണി എന്നിവർ ചേർന്ന് വിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. VJ ലിയോയുടെ സഹോദരന്മാരും മാനേജിംഗ് പാർട്ട്ണർമാരുമായ ലിജോ, ലിൻഡോ, സിനിമാ താരം ലിഷോയ്, സെലിബ്രിറ്റി ഇൻഫ്ലുവൻസറായ ലക്ഷ്മി നായർ, ബിഗ് ബോസ് താരങ്ങളായ അനീഷ്, ആദില നൂറ, റനീഷ് റഹ്മാൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. അജയ് ആൻഡ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ CS അജയകുമാറിന് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു. യുവതലമുറയ്ക്കായി ഒരുക്കിയ വിയ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഡെയിലി വെയർ കളക്ഷൻസിന്റെ ലളിതവും അത്യാധുനികവുമായ ഡിസൈനുകളാണുള്ളത്. വിയയുടെ അടുത്ത 5 ബ്രാഞ്ചുകൾ ബാംഗ്ലൂരിൽ ഈ മാസം ഉദ്ഘാടനം ചെയ്യപ്പെടും. ഫാമിലി പോലെയാണ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെയുള്ളത്. കാരണം എന്താണെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം നമുക്ക് എപ്പോഴും ആ കസ്റ്റമറുടെ ഒരു സപ്പോർട്ട്, അതൊരു ഫാമിലി, ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് ഞാനും എൻ്റെ വൈഫും എൻ്റെ മകളും എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ആ ഒരു പരിചയം എപ്പോഴും നമുക്ക് നമ്മുടെ വരുന്ന കസ്റ്റമറിൽ എപ്പോഴും കാണാറുണ്ട്. അത് വളരെ സന്തോഷമാണ്. ചടങ്ങിൽ ലക്കി ഡ്രോയിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലേസ് സമ്മാനമായി നൽകി. വാർഷികത്തോടനുബന്ധിച്ച് ജനുവരി 5 വരെ നീളുന്ന ഓഫറുകളിലൂടെ ഒരു ഭാഗ്യശാലിക്ക് അടച്ച പണിക്കൂലി മുഴുവനായും നറുക്കെടുപ്പിലൂടെ തിരികെ നേടാം. മാർക്കറ്റ് വിലയേക്കാൾ 1000 രൂപ കൂടുതലിന് പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനും തിരഞ്ഞെടുത്ത ആഭരണങ്ങൾക്ക് 50% മുതൽ 90% വരെ പണിക്കൂലിയിൽ കിഴിവ് നേടാനും അവസരമുണ്ട്. വിലയിൽ 1% നൽകി വെഡ്ഡിംഗ് ആഭരണങ്ങൾ ബുക്ക് ചെയ്യാനും കൈവശമുള്ള ഏത് ഡയമണ്ട് ആഭരണവും പുതുക്കി വാങ്ങാനും വിവിധ ശൈലികളിലുള്ള ബ്രൈഡൽ കളക്ഷനുകൾ ഹോൾസെയിൽ നിരക്കിൽ നേടാനും അവസരമൊരുക്കിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,910 രൂപ, പവന് 95,280 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. കൊടകര കുഴൽപ്പണക്കേസിന്റെ വിചാരണ കൊച്ചിയിലെ PMLA കോടതിയിലേക്ക് മാറ്റണമെന്ന് ED. EDയുടെ കള്ളക്കളി കൂടുതൽ വ്യക്തമായെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ.
കുന്നംകുളം കിഴൂർ പൂരത്തിനിടെ കമ്മിറ്റികൾ തമ്മിൽ സംഘർഷം, പോലീസ് ലാത്തിവീശി. ആനകളെ ക്ഷേത്രമതിൽക്കെട്ടിനകത്തേക്ക് ആദ്യം പ്രവേശിപ്പിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഹർജി ശനിയാഴ്ച പരിഗണിക്കും. രാഹുലിനെ കണ്ടെത്താനാകാതെ പോലീസ്. ഷൊർണൂർ തൃശൂർ റെയിൽപാതയിൽ ഗുഡ്സ് ട്രെയിനിന്റെ വീൽ സ്ലിപ്പായതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ 1 മണിക്കൂറോളം നിർത്തിയിട്ടു. അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കർത്തവ്യബോധമുള്ളവരായി പ്രവർത്തിക്കണമെന്ന് ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ. സേനയ്ക്ക് ഫയർ ഫൈറ്റിംഗിനുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഉടൻ ലഭ്യമാക്കുമെന്നും ഫയർഫോഴ്സ് മേധാവി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ടാക്സി ഡ്രൈവർമാരും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും തമ്മിൽ വീണ്ടും തർക്കം. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത യാത്രക്കാരെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് കയറ്റുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.